എന്റെ പ്രിയന്റെ സ്വരം അവൻ മലകളിൽ മേൽ ചാടിയും കുന്നുകളിൽ മേൽ കൊതിച്ചും വരുന്നു. തന്റെ പ്രിയൻ ചെറുമാനിനെ പോലെ തുല്യൻ. ഇതാവൻ നമ്മുടെ മതിൽ പുറമേ നിൽക്കുന്നു. ഇതാവൻ കിളിവാതിലിലൂടെ നോക്കുന്നു. അഴുകിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. അഴുകിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞു, എന്റെ പ്രിയ എഴുന്നേൽക്കൂ, എന്റെ സുന്ദരി വരിക. ഞാനല്ലേ വീശേണ്ടത്? ബത്സേബ എന്റെ അതിഥിയാണ്. പക്ഷേ വിയർക്കുന്നത് ഞാനല്ലല്ലോ. സൗന്ദര്യം ഒത്തിയുടെ ശത്രുവാണെന്നാണ് ഞാൻ കരുതിയത്. മുഖസ്തുതി കേൾക്കുകയാണോ രാജാക്കന്മാരുടെ പതിവ്? ഭാഗ്യവാനായ ഊറിയ, മഹാനായ ദാവീദ് രാജാവിനില്ലാത്ത എന്ത് ഭാഗ്യമാണ് ഊറിയാവിനുള്ളത്? യൗവനം. അങ്ങ് അത്ര വൃദ്ധനാണോ? അല്ലെന്നാണ് നിന്റെ അഭിപ്രായമെങ്കിൽ എന്റെ അഭിപ്രായത്തിന് എന്ത് പ്രസക്തി? അഭിപ്രായം അനുസരിച്ചല്ലേ സമ്മതവും. തിരുമേനി, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അങ്ങ് എന്റെ നില ഓർക്കൂ. ഏത് നില? ഊറിയാവിന്റെ ഭാര്യ. ഊറിയാവിന്റെ ഭാര്യ, ഊറിയാവിന്റെ ഭാര്യ. സ്വന്തമായിട്ടൊരു പേരില്ലാത്തതുപോലെ ഊറിയ, ഊറിയ, എപ്പോഴും ഊറിയ. ചണ്ടം നോക്കിയാലും ഊറിയാവിന്റെ ഭാര്യ. അന്നയ്ക്കും ഊറിയാവിന്റെ ഭാര്യ. നിനക്കും അങ്ങനെ തന്നെ. അല്ല ബത്സേബ, നീ എനിക്ക് ബത്സേബയാണ്, ഇന്നും എന്നും. തിരുമേനി, പല ഹൃദയങ്ങളും പരസ്യമായി കഴിഞ്ഞവയാണ്. ശരീരമെന്ന് പറയൂ, ഹൃദയവും ഇല്ല, ഇല്ല. അത് ബത്സേബ വെറുതെ പറയുകയാണ്, എന്നെ അകറ്റാൻ വേണ്ടി മാത്രം. ഞാനത് വിശ്വസിക്കുകയില്ല. നിനക്കെന്നെ മറക്കാൻ കഴിയുകയില്ല. ബത്സേബ, നമുക്ക് ഈ അഭിനയം നിർത്താം. അഭിനയമൊന്നുമല്ല തിരുമേനി. ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു, ഭയപ്പെടുന്നു. അങ്ങ് എന്റെ ആരാധനാ പാത്രമാണ്. അങ്ങയുടെ ഗാനങ്ങൾ എന്റെ ഹൃദയ തുടിപ്പുകളാണ്. അവയില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ ഒക്കുകയില്ല. പക്ഷേ ഞാൻ സ്വതന്ത്രയല്ല. സ്നേഹിക്കാൻ സ്വാതന്ത്ര്യം ആവശ്യമില്ല. അദ്ദേഹം കവിയല്ല, പക്ഷേ സത്യസന്ധനാണ്, നല്ലവനാണ്. ബത്സേബ, ഒരു നിമിഷത്തേക്കെങ്കിലും ഊറിയാവിനെ കുറിച്ചല്ലാതെ സംസാരിച്ചുകൂടെ? അദ്ദേഹത്തെ ഞാൻ എങ്ങനെ മറക്കും? മറന്നേ കഴിയൂ ബത്സേബ. കണ്ണടച്ചിട്ടാക്കാതെ കണ്ണു തുറന്നു നോക്ക്. കാനാൻ നാടിന്റെ കിരീടമാണ് ഞാൻ നിനക്ക് അടിയറ വയ്ക്കുന്നത്. നിനക്കറിയാം, ഒരു രക്തപ്പുഴയിൽ കൂടി നീന്തി സമ്പാദിച്ചതാണിതെന്ന്. അതിനെ നീ തട്ടിയെറിയരുതേ. തിരുമേനി, എനിക്ക് വയ്യ. അങ്ങ് ഇസ്രായേലിന്റെ അഭിഷിക്തനാണ്, ഹൃദയങ്ങളുടെ ചക്രവർത്തി.
എന്താ ബത്സേബ മടിച്ചു നിൽക്കുന്നത്? പേടിയൊക്കെ പോയില്ലേ? ഇനി പേടിച്ചിട്ട് കാര്യമില്ല. എന്താണത്? എന്താണ്? റബ്ബയിൽ നിന്ന് ദൂതൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശേഷം വല്ലതും? പ്രത്യേകിച്ചൊന്നുമില്ല. അമോന്യർ ഇങ്ങോട്ടേക്ക് ആക്രമിച്ചേക്കുമെന്ന് ഒരു ഭയമുണ്ട്. ഇവിടെയുള്ള സൈന്യത്തെ കൂടി അങ്ങോട്ട് അയച്ചാൽ തരക്കേടില്ല. എന്തിന്? വേണ്ടി വന്നാൽ പട്ടണം ആക്രമിക്കാം. ഇവന്റെ എല്ലാം തലയിൽ കടന്നൽ കയറിയിരിക്കുകയാണ്. പട്ടണം നിരോധിച്ചാൽ മതി എന്ന് പറയുന്നു. എത്ര ദിവസമെങ്കിലും ആകട്ടെ, ഇവിടെയുള്ള ചെറിയ സൈന്യത്തെ അങ്ങോട്ട് അയക്കണ്ട. ഒരു ഭടനെങ്കിലും അനാവശ്യമായി നഷ്ടപ്പെട്ടാൽ യോവാബ് സ്വന്തം ശിരസുകൊണ്ട് അതിന് ഉത്തരം പറയേണ്ടി വന്നേക്കും എന്ന് പറഞ്ഞേക്ക്. ഇസഹാക്ക് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല സുഖമില്ല. ഒരു സ്വൈര്യവുമില്ല അല്ലേ ബത്സേബ? എന്താണൊന്നും മിണ്ടാത്തത്? ഇത്ര ആലോചിക്കുന്നത് എന്താണ്? യുദ്ധത്തെ പറ്റിയാണോ? അല്ല, എന്നെ പറ്റി തന്നെയാണ്. അതിത്ര സങ്കടമുള്ള വിഷയമാണോ? സങ്കടത്തിനും സന്തോഷത്തിനും കാരണം ഒന്ന് മതി. കടങ്കഥ വിട്ട് കാര്യം പറയും. മുള്ള ഇലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും ഫലം ഒന്നു തന്നെ. പിന്നെയും കടങ്കഥ തന്നെ. പൊരുൾ എന്താണ്? പൊരുൾ ഇതുതന്നെ. അങ്ങ് വിഷമിക്കണ്ട. ഞാൻ അങ്ങയോട് എന്നേക്കുമായി യാത്ര പറയാനാണ് വന്നിരിക്കുന്നത്. അധിക കാലത്തിന് മുൻപ് ഊറിയാവിന്റെ ഭാര്യ കല്ലെറിയപ്പെടും. ബത്സേബ ഇനി അങ്ങയുടെ കുളം തീണ്ടുകയില്ല. മറ്റു സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്നിടത്ത് ബത്സേബയ്ക്ക് മരണമാണ് പ്രതിഫലം. പ്രഭു, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് യഹോവയുടെ ശിക്ഷയാണ്. എന്നെ 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 മറന്നു കളയൂ. ബത്സേബ, ബത്സേബ, എന്താണിത്? യൂദ, അന്നെ വിളിക്കൂ. എന്താണ് അവൾ പറഞ്ഞത്? മരണമോ? അങ്ങനെയോ? ആയിരിക്കില്ല. എങ്കിൽ എങ്കിൽ സകലതും നശിച്ചു. ഊറിയ, ഊറിയ, എഴുന്നേൽക്ക് ഊറിയ. എന്തൊരു കൂത്താണിത്! എന്ത്? നീ ഉടൻ ജെറുസലേമിൽ എത്തണമെന്ന്. ഞാനോ? രാജകൽപ്പന. വേഗം തയ്യാറാകൂ. കാര്യം അറിയാമോ? ഞാൻ എങ്ങനെ അറിയും? എഴുത്തിലൊന്നുമില്ലേ? ഇല്ല. എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും. അത് ശരി, പക്ഷെ എന്താണ്? എത്രയോ കാര്യങ്ങൾ ഉണ്ടാകാം. ഉദാഹരണമായി ഇവിടത്തെ യുദ്ധവർത്തമാനം വല്ലതും അറിയാൻ
പടനായകന്മാരെ മിനക്കെടുത്തിയല്ല വിവരമറിയുന്നത്. ഓരെങ്കിൽ ഇവിടെ നിന്ന് അയച്ച ദൂതൻ മടങ്ങിയെത്തേ ഉള്ളൂ. അപ്പോഴേക്കും വരുന്നു ഒരാൾ കൂടി. സഹായി, എന്താണ് ഇത്ര ബഹളം അവിടെ? വേഗം ചെന്ന് ഏലിയാമിനെ കൂട്ടിക്കൊണ്ടുവരൂ. എന്ത് കാര്യമായാലും പറഞ്ഞുകൂടെ? ഞാൻ കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ലേ? ഇവിടെ അമ്മോന്യർ ഏത് സമയവും ആക്രമിച്ചേക്കാം. അവർ ഗതിമുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് പടനായകന്മാരെ, അതും ഊറിയതിനെ തന്നെ. എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും. അത് മനുഷ്യർക്ക് മനസ്സിലാവേണ്ടേ? യഹോവയുടെ അരുളപ്പാടോ മറ്റോ ആണോ? ഈ യുദ്ധത്തെക്കാൾ പ്രധാനമായി അവിടെ എന്താണുള്ളത്? കേട്ടോ ഏലിയാം, ഊറിയ ഉടനെ ജെറുസലേം എത്തണമെന്ന്. അറിഞ്ഞു. എനിക്കും അതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ഊറിയാവിനെ രാജാവ് നേരിട്ട് അറിയുന്നത് തന്നെ പ്രതീക്ഷിച്ചതല്ല, കണ്ടിട്ടുണ്ടെന്നല്ലാതെ. ഇനി അബ്സലോം വല്ല ഭ്രാന്തും ആരംഭിച്ചിട്ടുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അത് അറിയിച്ചുകൂടെ? അത് ഞാനാണല്ലോ ആദ്യം അറിയേണ്ടത്. അങ്ങ് അറിയാതെ എല്ലാം ശരിയാക്കി കൊള്ളാമെന്നായിരിക്കും. പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു സൈന്യത്തെ മിനക്കെടുത്തി ജെറുസലേമിന് പുറത്തിട്ടിരിക്കുന്നത്? രപ്പ പിടിക്കാനോ? അതിന് ഈ സൈന്യം ആവശ്യമില്ല, ഞാനും വേണ്ട. അബ്സലോം വികൃതി തുടങ്ങുമ്പോൾ ഊറിയാവിന്റെ അവസരം വരുന്നത്. മാപ്പ് യോവാബ്. അത് പോട്ടെ, ഊറിയ പോയി വരൂ. രാജകൽപ്പനയ്ക്ക് പടന്മാർ കാരണം അന്വേഷിക്കാറില്ല. എനിക്ക് ഒരു സംശയം. അത് ശരിയായിരിക്കണമെന്നില്ല, എങ്കിലും എന്തെങ്കിലും ആവട്ടെ, പറയൂ. ഇവിടത്തെ യുദ്ധത്തെ പറ്റി വല്ലതും? നീയാണോ ഇവിടുത്തെ പടത്തലവൻ? അതല്ല, ആക്രമിക്കുന്ന കാര്യം ഞാനാണല്ലോ പറഞ്ഞത്. ആ കാര്യത്തിൽ നിനക്ക് തെറ്റിദ്ധാരണ വേണ്ട. ആക്രമിക്കുന്ന കാര്യത്തെ പറ്റി തിരുമേനി എന്ത് പറഞ്ഞു സഹായി? ദേഷ്യപ്പെട്ടു. പറഞ്ഞത് പറയാൻ. അങ്ങയുടെ തലയിൽ കടന്നൽ കയറിയിരിക്കുകയാണ്. കേട്ടോ ഊറിയ, ആ കടന്നൽ നിനക്കുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ കടന്നലൊന്നും ഉണ്ടായിരിക്കില്ല. വേഗമാകട്ടെ. ഇനി സമയം കളയണ്ട. സഹായി, ഇവിടെ വരൂ. നീ അവിടെ പ്രത്യേകമായി വല്ലതും കണ്ടോ? പ്രത്യേകമായി എന്നാൽ? പ്രത്യേകിച്ച് ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. അബ്സലോമിന്റെ വർത്തമാനം വല്ലതും? ഇല്ല. ഇത് എന്തൊരു മറിമായം! ഇനി ആ ചെറുപ്പക്കാരനെ കൊണ്ട് കിടക്കപ്പുറതി ഉണ്ടാകുകയില്ല. എന്തെങ്കിലും ആവട്ടെ, കണ്ടറിയാമല്ലോ. കറക്റ്റല്ലേ? അല്പം കൂടി ചുണയായിട്ട് ചെയ്യ ബെത്സബാ. എനിക്ക് ക്ഷീണമൊന്നുമില്ല എന്നാ. ഭർത്താവ് വരണമെന്നേ ഇല്ലെന്ന് തോന്നുന്നു. അന്നാ, അയ്യോ, കരയാതെ. വല്ലവരും കണ്ടാൽ തോന്നുമല്ലോ എന്തോ കാര്യമുണ്ടെന്ന്. ഇതിലപ്പുറം എന്തു കാര്യം? അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. എങ്കിൽ തന്നെ അത് തന്നെയാണോ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത്? അതങ്ങ് മറന്നു കളയോ? വേണ്ടാത്തത് ഓർമ്മിക്കുന്ന സമയത്ത് വേണ്ടത് വല്ലതും ആലോചിച്ചിരുന്നെങ്കിൽ സാരമില്ല. പെണ്ണല്ലേ ജാതി, കരഞ്ഞാലേ സമാധാനമാകൂ. ബത്സബ,
ഞാൻ അടുക്കളയിലൊന്ന് നോക്കിയിട്ട് വരാം. ആ ഇറച്ചി എല്ലാം കരിഞ്ഞുപോയി. വായാടിക്കൊണ്ട് നിന്നാൽ ഇതാണ് കുഴപ്പം. ഉള്ളതൊക്കെ മതി അന്ന. പിന്നെ മതി എന്നങ്ങ് പറഞ്ഞാ പോരെ? പടക്കളത്തിൽ നിന്നാണ് വരുന്നത്. ഒരു കാളയെ തിന്നാനുള്ള വിശപ്പ് കാണും. ഇനി എന്നെങ്ങാനും തിന്നു കളഞ്ഞാലോ? ബെത്സബയ്ക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല. അന്ന, എന്താണത് യൂദാ? കൊട്ടാരത്തിൽ നിന്ന് ഊറിയാവിനായി കൊടുത്തയച്ചതാണ്. എന്താണ് അദ്ദേഹം വരാൻ ഇത്ര വൈകുന്നത്? ഇപ്പോൾ വരും. ഇവിടെ ഇറച്ചിയല്ല ആവശ്യം, അത് ഭക്ഷിക്കുവാനുള്ള ആളിനെയാണ്. വരുന്നു വരുന്നു. ഇങ്ങനെ ധൃതി പിടിച്ചാലോ? ഓ, തിരുമേനിയുമായി സംസാരിച്ചിരിക്കുകയായിരിക്കും അല്ലേ? തിരുമേനിയുടെ അടുത്ത് നിന്ന് പോന്നു. കാവൽക്കാരുമൊത്ത് എന്തോ സംസാരിക്കുന്നത് കണ്ടു. നിൽക്കൂ യൂദാ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഞാനിവിടെ നിന്നാൽ എനിക്ക് കിട്ടുന്നത് എന്റെ വളർച്ചയ്ക്ക് യോജിച്ചതായിരിക്കില്ല. പോയേ തീരുവെന്നാണോ? ഉടനെ അദ്ദേഹം ഏത് നിമിഷവും വന്നു ചേരാം. അതിനു മുൻപേ ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കൂ ബെത്സബ. ബെത്സബ, ബെത്സബ, എന്താണ് ഇത്ര ഞെട്ടുന്നത് ബെത്സബ? അങ്ങനെ വാതിൽക്കൽ പോയി നിൽക്കുന്നത് ശരിയല്ല. അന്ന, അതെന്താണ് അനങ്ങുന്നത്? അതൊരു പന്തമല്ലേ? എവിടെ? അവിടെ. അതാ. അവിടെയെങ്ങും ഒരു പന്തവുമില്ല. വെറുതെ തോന്നുകയാണ്. ഇങ്ങോട്ട് പോരെ. അതാ അവിടെ. അവിടെ. അത് ചെകുത്താന്റെ പന്തമാണ്. അവര് വരുമ്പോ വരട്ടെ എന്നേ. എന്തെല്ലാം വീരസ്യങ്ങൾ പറയാനുണ്ടാകും. ആണുങ്ങളും വായാടികളാണ്. യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞാൽ അവസാനമില്ല. നമ്മൾ കേൾക്കേണ്ടി വരും കുറേ. കഴുതയുടെ കൊമ്പ് കൊണ്ട് 7000 പേരെ, പിന്നെ 101 അഗ്രചർമ്മം, ഗോലിയാത്തിന്റെ മകനെ, അങ്ങനെ അങ്ങനെ. അയ്യോ, ഇതെല്ലാം തണുത്തു പോയല്ലോ. ബെത്സബ, നമുക്കൊരു പാട്ട് പാടാം. എനിക്ക് വയ്യ അന്ന. ഇതാ, അല്പം കുടിക്കും, ദാഹം മാറും. ഞാൻ കുടിച്ചു കാണിക്കാം. അയ്യേ, ഇതാണോ ആണുങ്ങൾ ഇത്ര രസമായി കുടിക്കുന്നത്? ഒരു ഒട്ടകത്തിന്റെ വായ വേണം.
ബെച്ചബ, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഈ കിഴവിക്ക് എന്തു വരാനാ ബെച്ചബ? ബെച്ചബ ഇവിടെ പോകണ്ട. ഇരുന്നാൽ മതി, ഞാൻ ഇപ്പൊ വരാം. അന്ന പോകണ്ട. എനിക്ക് പേടിയാകുന്നു. ഊറിയാവിന്റെ ഭാര്യക്ക് പേടി, വല്ലവര് കേൾക്കും. അന്ന പോകണ്ട അന്ന. ഓ, ഒരു പേടിക്കാരി, എനിക്ക് കേൾക്കണ്ട. അന്ന എന്നെ തനിച്ചാക്കി പോകല്ലേ അന്ന. എനിക്ക് പേടിയാകുന്നു. വരുമ്പോൾ വരട്ടെ എന്ന്. വേണ്ടെങ്കിൽ വേണ്ട, ഇവിടെ ഇരിക്കും. അന്ന അദ്ദേഹം വരികയില്ല എന്ന വല്ല സംശയവും ഉണ്ടായിരിക്കും. എനിക്കറിയാമായിരുന്നു ഇത് നടക്കുകയില്ലെന്ന്. എനിക്ക് പേടിയാണ് അന്ന. ഒന്നും മിണ്ടാതിരിക്കു വെച്ചവാ. ഓരോ പ്രവചനം കൊണ്ട് വന്നിരിക്കുകയാണ്. വെറുതെ അവിടെ ഇരിക്ക്. വേണ്ടാത്തതേ തലയിൽ കയറും. ഇവിടെ ഇരുന്ന് അന്ന് ആ കിഴവി പാടിയ പാട്ട് അതൊന്ന് പാടിക്കോളൂ. ഞാൻ ഇപ്പൊ വരാം. ഇതാ പാടിക്കോളൂ, ഞാൻ ഉടനെ വരാം. യഹോവേ യഹോവേ യഹോവേ, ക്രോധത്തോടെ നീ ശിക്ഷിക്കരുതേ, നീരസത്തോടെ നീ ദണ്ഡിക്കരുതേ. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. ക്രോധത്തോടെ നീ ശിക്ഷിക്കരുതേ, നീരസത്തോടെ നീ ദണ്ഡിക്കരുതേ. യഹോവേ യഹോവേ എന്താണ് പറയുന്നത്? അവൻ പോയില്ലെന്നോ? പോയില്ല. ഏയ്, അങ്ങനെ വരില്ല. എങ്ങനെയോ പിന്നെ എവിടെയായിരുന്നവൻ? ഭടന്മാരോട് കഥകൾ പറഞ്ഞു കഴിച്ചു. ആഹാ, അപ്പോ അവന് വല്ലതുമൊക്കെ ചെയ്യാൻ സൗകര്യം കിട്ടിയിരുന്നെങ്കിലോ? അങ്ങനെയായാൽ എന്താ? വേണ്ട വേണ്ട, അത് വേണ്ടി വരില്ല. ഇത്രയും കാലം കഴിഞ്ഞ ഒരുത്തൻ വീട്ടിൽ വരുമ്പോ അവന് ഭാര്യയെ കാണണ്ട? അയാൾ ഇന്ന് പോകും. ഇവിടെ ഇന്നൊരു രാജകീയ വിരുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത്ര ചെറിയ കാര്യങ്ങൾ അങ്ങ് അന്വേഷിക്കണമെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ്?
അനേകം വീരകൃത്യങ്ങൾ കഴിഞ്ഞ് ഊറിയ യുദ്ധരംഗത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു വിരുന്ന് കൊടുക്കേണ്ടതല്ലേ? യുദ്ധമില്ലാത്ത സ്ഥലത്താണോ വീരകൃത്യങ്ങൾ? ചില്ലറ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. യോവാബ് അയാളെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തിരുമേനി തന്നെ അയാളെ ക്ഷണിച്ചു വരുത്തിയത്. വിരുന്നിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അമാസ, എനിക്കൊന്നും വ്യക്തമാകുന്നില്ലല്ലോ. വിരുന്നിന്റെ ആരംഭത്തിൽ തിരുമേനിയുടെ സാന്നിധ്യം കൂടിയേ തീരൂ എന്നില്ല. ശരി, അമാസയുടെ പരിപാടി തന്നെ നടക്കട്ടെ. ഊറിയ, ഇന്നിവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാമോ? ഞാൻ എങ്ങനെ പറയും? എങ്കിൽ നിനക്ക് രാജാവിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ? സേവനത്തിന് കൂലി കൊടുക്കാത്ത കൂട്ടത്തിലല്ല അദ്ദേഹം. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? എങ്കിൽ നിനക്ക് യോവാബിനെ പറ്റിയും ഒന്നും അറിയില്ല. യോവാബിനെ? നിന്റെ സേവനങ്ങളെ പറ്റി യോവാബ് വിശദമായി അറിയിച്ചു കൊണ്ടിരുന്നു എന്ന് മാത്രം. ഒരാളെ മനസ്സിലാക്കുവാൻ യുദ്ധം വലുതാകണമെന്നില്ലല്ലോ. ഞെരിഞ്ഞിലിൽ മുന്തിരിപ്പഴം കായ്ക്കാറില്ല. എന്തൊരു മനുഷ്യൻ! തിരുമേനിയോടാണ് നീ നന്ദി പറയേണ്ടത്. ഊറിയാവിന് വേണ്ടിയാണ് ഈ വിരുന്ന്. വിരുന്ന്? എന്താ, വിശപ്പ് തോന്നുന്നില്ലായിരിക്കും? ഒരിക്കലുമല്ല, എനിക്ക് വിശപ്പ് തന്നെയാണ്. السيطرة انت مع عبدي يا عبدي شبيك البيت صح فكر ترى مصيرك بين البيت صح وفكر ترى مصيرك بين البيت اجدادك ان يعلموا قصصي وجودي ابدي انت مع عبدي احلى عبدي وجودي ابدي الروح انسلبت الروح انسلبت الروح انسلبت الروح انسلبت الروح انسلبت ഇനി നമുക്ക് വിരുന്നുമുറിയിലേക്ക് പോകാം.
ഇന്നലെ ഞാൻ ഊറിയാവിന് അല്പം ഭക്ഷണം കൊടുത്തയച്ചിരുന്നു. ഞാൻ വീട്ടിൽ പോയില്ല. പോയില്ലേ? പോകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തിരുമേനി പറഞ്ഞില്ല. എങ്കിലും ഞാൻ എങ്ങനെ പോകും? എൻ്റെ ചങ്ങാതിമാരെല്ലാം ഇപ്പോഴും പാളയത്തിലല്ലേ. അതുകൊണ്ടെന്താ? തിരുമേനി എന്നെ പരീക്ഷിക്കരുത്. ഞാനൊരു ഭടനാണ്, അവിടുത്തെ ഭടൻ. അങ്ങ് എൻ്റെ സ്ഥിരത പരീക്ഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ അങ്ങയെ നിരാശപ്പെടുത്തുകയില്ല. പക്ഷെ ഊറിയ, ഞാനല്ലേ പറയുന്നത്, നീ ഇന്ന് വീട്ടിൽ പോയിക്കൊള്ളൂ. ചെങ്ങാതിമാരോടുള്ള ചുമതലയെ പറ്റിയൊന്നും നീ വിഷമിക്കണ്ട. രാജാവാണ് നിനക്ക് അനുവാദം തരുന്നത്. വേണമെങ്കിൽ അതൊരാജ്ഞയായി കണക്കാക്കാം. വിരുന്ന് കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോയിക്കൊള്ളൂ. ഇല്ല തിരുമേനി, കാട്ടുകുതിരകൾക്ക് എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. എൻ്റെ കടമയാണ് എൻ്റെ സുഖം. ഊറിയ, നിന്റെ തലയ്ക്ക് ലഹരി പിടിച്ചിരിക്കുന്നു. ഭക്ഷണം ചെല്ലുമ്പോൾ എല്ലാം ശരിയാകും. ഊറിയ, ഞാൻ പറയുന്നത് കേൾക്ക്. ഭക്ഷണം കഴിഞ്ഞിട്ട് നീ വീട്ടിൽ ചെന്ന് സുഖമായി കിടന്നുറങ്ങ്. നാളെ രബയ്ക്ക് പോകാം. തിരുമേനി, സംസാരിച്ചും ഭക്ഷിച്ചും ഞാൻ ഒട്ടു വളരെ സമയം കളഞ്ഞു. യോവാബ് വിചാരിക്കും ഞാനൊരു ഭീരുവാണെന്ന്. ഊറിയ, അവർ നിന്നെ കാത്തിരിക്കുകയാണ്. തിരുമേനി, എൻ്റെ ബുദ്ധി പരാജയപ്പെട്ടു. അങ്ങ് വിരുന്നിന് വരണം. തോൽവി എനിക്കിഷ്ടമല്ല. അത്രമാത്രം എന്റെ തലച്ചോറ് ഉറങ്ങിപ്പോയിട്ടില്ല. അമാസ, ദാവീദ് രാജാവ് തന്റെ ദാസന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാറുണ്ട്. അതെ അമാസ, ഞാൻ വിശാല ഹൃദയനായ ഒരു രാജാവാണ്. എനിക്ക് ഉപദേശം കേൾക്കാനും അറിയാം. എന്റെ ശതാധിപന്മാരിൽ നിന്നുകൂടി അവർ എന്നേക്കാൾ സമരതന്ത്രജ്ഞരായിരിക്കുന്നത് ചിലപ്പോൾ ഗുണകരമാണ്. എഴുത്ത് സാമഗ്രികൾ കൊണ്ടുവരൂ. രബയിലെ സമരം കുറെ നാളായി നിർജീവമായിരിക്കുകയാണ്. ഇത് യോബാവിനുള്ള പ്രത്യേക കൽപ്പനയാണ്. എഴുതിക്കോളൂ. രബയുടെ നിരോധനത്തെ പറ്റി നമ്മുടെ മുൻ തീരുമാനം മാറ്റാൻ നാം നിശ്ചയിച്ചിരിക്കുന്നു. നാം ഹിത്യനായ ഊറിയാവിന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നു. പരീക്ഷാർത്ഥം അവൻ കോട്ടയെ ആക്രമിക്കട്ടെ. സൈന്യം ചെറുതു മതി. തിരുമേനി, എന്റെ തിരുമേനി, അവിടുന്ന് പോകണം. അങ്ങയോട് കൂടി ഇരിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ദൈവത്തിനറിയാം അങ്ങയെ വിട്ടിരിക്കാൻ
എന്ത് വിഷമമാണെന്ന്. പക്ഷേ എന്തിനാണ് അങ്ങ് ഇവിടെ ഇരിക്കുന്നത്? എനിക്കാണെങ്കിൽ കല്ലേറാണ്. അതൊഴിവാക്കാൻ നിവൃത്തിയില്ല. അങ്ങയുടെ സൽപ്പേര് കൂടി കളങ്കപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അങ്ങ് ഇസ്രായേലിന്റെ അഭിഷിക്തനാണ്. അങ്ങ് ഇവിടെ ആയിരുന്നുകൂടാ. ദയവ് ചെയ്ത് അങ്ങ് പോകൂ. ബത്ശേബ, ഇനിയും എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ? എന്റെ സ്നേഹം അത്ര നിസ്സാരമാണെന്നാണോ നീ കരുതിയത്? നിസ്സാരമല്ല, അസാധ്യം. തീരുമാനങ്ങൾ എടുക്കുന്നത് സാവകാശമായിട്ട് മതി. പ്രത്യേകിച്ചും നിരാശകരമായവ. എല്ലാം അങ്ങയുടെ ഇഷ്ടം. ഇവിടെയോ? അത്യാവശ്യ കാര്യമാണ്. തിരുമേനി കോപിക്കരുത്. അവസരവും ഔചിത്യവും എനിക്ക് നന്നായി അറിയാം. പക്ഷേ യോവാബ് ചില വർത്തമാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തിരുമേനി എവിടെയാണെങ്കിലും ഒരു നിമിഷം പാഴാക്കാതെ അത് അവിടുത്തെ അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേഗം പറഞ്ഞിട്ട് പോകൂ. നല്ല വർത്തമാനമല്ല, ഒരു പരാജയം. പരാജയം? ഒരു ആക്രമണം നടത്തി പരാജയപ്പെട്ടു. ആരാണ് അവരോട്? ഒരു ചെറു സൈന്യം ആക്രമിച്ചു. കോട്ടമതിലിന്റെ താഴെ എത്തിയപ്പോൾ അമോന്യർ കല്ലെറിഞ്ഞു. മിക്കവരും വീണുപോയി. എന്തൊരു മൗഢ്യമാണിത്! അമോലേക്കർ മരിച്ചത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ലേ? ആ വിദ്യ തന്നെ നമുക്കെതിരായി പ്രയോഗിക്കുക. കഷ്ടം. യോവാബിന് വയസ്സായി. അയാളെ ഉടനെ മാറ്റണം. തിരുമേനി, ഊറിയ മരിച്ചു. അദ്ദേഹമാണ് സൈന്യത്തെ നയിച്ചത്. ധീരമായി പടവെട്ടി. പക്ഷേ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ധീരനായ ഊറിയ, അവൻ ഉത്തമനായിരുന്നു. ബത്ശേബ, യുദ്ധത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇത് വളരെ വേദനാജനകമാണ്. പക്ഷേ അതെല്ലാം സംഭവിച്ചേ തീരൂ. അമാസ, ശ്രദ്ധിച്ചു കേൾക്കൂ. എന്റെ ദാസനായ ഊറിയാവിനെ കൊന്ന നഗരം ഇനി ജീവിക്കരുത്. ഊറിയ മരിച്ചു. പക്ഷേ അവന്റെ ആഗ്രഹം സാധിക്കണം. രബ്ബെ ആക്രമിച്ച് കോട്ടകൾ ഇടിച്ചു നിരത്തി, വീടുകൾക്ക് തീവച്ച് സകല പുരുഷന്മാരെയും കൊന്നൊടുക്കി. സ്ത്രീകളെ അടിമകളാക്കി വെക്കണം. രബ്ബ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയണം. ഇതാണ് എന്റെ തീരുമാനം. ഇത് നിർവഹിച്ചല്ലാതെ
യോവാബ് എന്റെ മുഖം കാണരുത്. ഉടൻ യോവാബിനെ അറിയിക്കൂ. വേണ്ട, എനിക്ക് വേണ്ട. പ്രിയപ്പെട്ട ബത്ശേബ, കരയരുത്. ഇസ്രായേലിലെ സ്ത്രീകൾ കരയാറില്ല. തിരുമേനി, ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എന്റെയും അദ്ദേഹത്തിന്റെയും രാജാവ് മാപ്പിരിക്കുന്നത് എന്തിന്? വേദനയോടെയാണെങ്കിലും ആ അധ്യായം അവസാനിച്ചു. ഇനി ലോകം നമുക്ക് സ്വന്തമാണ്. അങ്ങ് പറയുന്നത് എന്താണ്? ഇത് തന്നെ. ഇസ്രയേലിലെ ചില സന്ദർഭങ്ങളിലെ വല്ലായ്മ 7 ദിവസത്തേക്ക് മാത്രമാണ്. അതിനുശേഷം ഇസ്രായേലിൽ പുതിയൊരു റാണി ഉണ്ടായിരിക്കും. അനേകരുടെ തലമുറകളിലെ അവസാനത്തെ റാണി. ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയ സന്ദർഭമാണോ ഇത്? അല്ലായിരിക്കാം. പക്ഷേ ഔചിത്യം വീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അന്ന, എന്റെ ബത്ശേബയെ നോക്കിക്കൊള്ളൂ. ഞാൻ പോകുന്നു. എന്റെ റാണിയെ കരയിക്കരുത്. ബത്ശേബ, മരണത്തെ മറക്കൂ. ജീവിതമാണ് നമുക്ക് നാളേക്കുള്ളത്. ദൈവമേ, സാരമില്ല, അതിന് വലിയ ഭാരമാണ്. കിരീടങ്ങൾക്ക് ഭാരം കുറയും. അത് ബത്ശേബയുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയുമില്ല. പുതിയ വസ്ത്രം. പുതിയതല്ല, എങ്കിലും രക്താംബരമാണ്. ആരുടെ രക്തം? പതുക്കെ പറയൂ, വല്ലവരും കേൾക്കും. തല പോകും. വസ്ത്രമല്ല കാരണം, അതില്ലായകയാണ്. ഛീ, നാക്കിന് കടിഞ്ഞാണില്ല. ഈ രാജ്യത്ത് അങ്ങനെ ഒരു ഏർപ്പാടില്ല. പ്രായം കൂടുന്തോറും വസ്ത്രങ്ങളുടെ എണ്ണം കൂടിയാണ് വരുന്നത്. വേറെ തൊഴിലൊന്നുമില്ലല്ലോ. വയസ്സ് 50 ആയില്ലേ? 50 അത്ര കടന്ന വയസ്സാണോ? പ്രായം പ്രതിബന്ധമല്ല. ആ തീരുമാനം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കാം.
തിരുമേനി ഇവിടെ ഇല്ലേ? ഇല്ല, എന്താണ്? രാജ്ഞിയുടെ അടുത്ത് കാണും. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. എന്താണ് ഇത്ര ധൃതി? രാജ്ഞിക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അതിനിടയിൽ ഈ വിരുന്ന് വെച്ചത് എനിക്ക് മനസ്സിലാകാത്തത്. ദാവീദ് രാജാവിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും സൗന്ദര്യം കണ്ടാൽ അറിയാം. അസൂയ. എനിക്ക് ഭർത്താവിനെ വെച്ച് മാറ്റണമെന്ന ആഗ്രഹമില്ല. രാജാവായാലും വേണ്ട. ഭർത്താവ് സമ്മതിച്ചിട്ട് വേണ്ടേ? ഊറിയ സമ്മതിച്ചതായി എനിക്കറിവില്ല. അത് കളയേണ്ട മൃഗം. വിരുന്നുകൾ കുടിക്കാനുള്ളതാണ്. യോബാവ്, എനിക്കൊരു പുത്രനുണ്ടായിരിക്കുന്നു. എന്തൊരാത്മനിയന്ത്രണം! എന്താണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹം സർവത്ര കുഴപ്പത്തിന്റെ നടുവിലാണ്. ജീവിതം മുഴുവനും അദ്ദേഹത്തിന് സമരമാണ്. അതിനു പുറമെ ആലോചനകളും ഗൂഢാലോചനകളും. പുത്രന്മാരാണെങ്കിൽ ഒന്നെങ്കിലും വേണ്ടേ കൊള്ളാവുന്നതായിട്ട്. രാജ്ഞിയാണെങ്കിൽ ഈ നിലയിലും. എങ്കിലും അദ്ദേഹം രബ്ബയ്ക്ക് വേണ്ടി ഈ വിരുന്നൊരുക്കുകയാണ്. രാജ്യകാര്യം രാജ്ഞിയേക്കാൾ പ്രധാനമാണ് അദ്ദേഹത്തിന്. എന്തൊരു രാജാവ്! ഇസ്രായേലിൽ ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. തിരുമേനി, അങ്ങ് ഇവിടെ നിന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവിടെ വൈദ്യനുണ്ടല്ലോ. ഇവരാണെങ്കിൽ അങ്ങയെ കാത്തിരിക്കുകയാണ് താനും. തിരുമേനി, തിരുമേനി, എല്ലാം പോയി. എന്താണ് മാസ? കൊട്ടാരം വളഞ്ഞിരിക്കുകയാണ്. അബ്സലോം ആക്രമിക്കുകയാണോ? അതെ, സൈന്യം മറുപക്ഷം ചേർന്നു. തിരുമേനി, അങ്ങ് ആയുധമെടുക്കണം, അല്ലെങ്കിൽ അവർ കൊട്ടാരം പിടിക്കും. പിടിക്കട്ടെ. തിരുമേനി, അബ്സലോമിന് കിരീടമാണ് വേണ്ടത്. അത് അവന്റെ അവകാശമല്ലേ? അത് എന്റെ സീമന്ത പുത്രൻ. അത് പാടില്ല. എന്തുകൊണ്ട്? അത് യഹോവയ്ക്കെതിരാണ്, ഇസ്രായേലിനെതിരാണ്. യോബാവ്, ഞാൻ ക്ഷീണിച്ചു. അത് വയ്യ, അങ്ങ് ക്ഷീണിക്കാൻ വയ്യ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഗോലിയാത്തിനെ കൊന്നു, ശൗലിനെ തോൽപ്പിച്ചു, ഞങ്ങളെ ഒരു ജനതയാക്കി തീർത്തു. അങ്ങ് ഞങ്ങളെ കൈവടിയരുത്. അങ്ങ് ആയുധം പിടിച്ചാൽ തീരൂ. ദയവ് ചെയ്ത് എന്നെ വിടൂ. നിങ്ങൾ അബ്സലോമിനെ സ്വീകരിച്ചുകൊള്ളൂ. ഒരു കിരീടത്തിന്റെ ഭാരം എന്താണെന്ന് അവനും അറിയട്ടെ. ഞങ്ങളത് അനുവദിക്കുകയില്ല. പിതാവിനെതിരായി യുദ്ധം ചെയ്യുന്നവൻ ഇസ്രായേൽ രാജാവായിക്കൂടാ. അബ്സലോം ഈ കൊട്ടാരത്തിൽ ജീവനോടെ കാൽ കുത്തുകയില്ല. യഹോവയുടെ ഇഷ്ടം നടക്കട്ടെ. അതെന്താണ്? നാഥാൻ. നാഥാൻ? അതെ തിരുമേനി, പ്രവാചകൻ സമയം കാത്തു നിൽക്കുകയാണ്. ഉടനെ കൂട്ടിക്കൊണ്ടുവരൂ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോകാം. തിരുമേനി, വേണ്ട.
എന്ത്? അങ്ങ് പോകണ്ട. പ്രവാചകനെ താമസിപ്പിക്കുകയോ? അദ്ദേഹം വിശ്രമിക്കട്ടെ. പാടില്ല. യഹോവയുടെ പ്രവാചകൻ. വേണ്ട വേണ്ട തിരുമേനി, അങ്ങ് എൻ്റെ അപേക്ഷ കേൾക്കണം. എന്താണ് ഇത്ര നിർബന്ധം മാമാസ? പറയൂ, കാര്യം എന്തെങ്കിലും ഉണ്ടോ? നേരം വൈകുന്നു. വിരുന്നു കഴിഞ്ഞ് അദ്ദേഹത്തെ കണ്ടാൽ മതി. പോരാ, അദ്ദേഹം എന്തോ കാര്യമുണ്ടായിട്ടായിരിക്കാം വരുന്നത്. എങ്കിലും ഈ വീഞ്ഞിന്റെ ഇടയ്ക്ക് അതൊന്നും സാരമില്ല. യഹോവയുടെ പ്രവാചകന് നമസ്കാരം. യഹോവ വാഴ്ത്തപ്പെട്ടവൻ. വരാൻ അല്പം താമസിച്ചു പോയി. വിരുന്നിന്റെ ബഹളം കൊണ്ട് രബ്ബയിലെ വിജയത്തിന് വേണ്ടി ഒരു വിരുന്ന്. യഹോവയുടെ വിജയം അല്ലേ? എന്തെങ്കിലും പ്രത്യേക ആവശ്യം? ഒരാവശ്യമുണ്ട്. വൈരാഗികൾക്കും ആവശ്യങ്ങളുണ്ടോ? ചിലപ്പോഴൊക്കെ ഈ ആഘോഷത്തിനിടയിൽ ഒരു വൈരാഗി വന്നു ചേരുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ അല്ലേ? തീർച്ചയായും ഇല്ല. ഏത് സമയവും അങ്ങ് സ്വാഗതാർഹനാണ്. സന്തോഷം. എന്തെങ്കിലും ഭക്ഷണം? വേണ്ട, എനിക്ക് വ്രതമാണ്. എനിക്ക് ഈ ആഘോഷത്തിൽ ഒന്ന് പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് വേണ്ടതെന്ന് ഒരു രൂപവുമില്ല. അങ്ങ് സിംഹാസനത്തിലിരിക്കൂ. അങ്ങേക്ക് ഒരു പുത്രനുണ്ടായെന്ന് കേട്ടു. യഹോവയുടെ കൃപയാൽ. ഞാൻ ഒരു കഥ പറയാം. നിങ്ങൾക്ക് ധൃതിയൊന്നും ഇല്ലല്ലോ അല്ലേ? കഥ ഇതാണ്. ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുവൻ ധനവാൻ, മറ്റവനോ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ ധാരാളം ഉണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവന്റെ അടുക്കലും അവന്റെ മക്കളുടെ അടുക്കലുമായി വളർന്നു വന്നു. അത് അവൻ തിന്നുന്നതിൽ ഒരു ഓഹരി തിന്നുകയും അവൻ കുടിക്കുന്നതിൽ ഒരു ഓഹരി കുടിക്കുകയും ചെയ്തു. അവന് അതൊരു മകളെ പോലെയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ധനവാന്റെ അടുക്കൽ ഒരു വഴിയാത്രക്കാരൻ വന്നു. തന്റെ അടുക്കൽ വന്ന ആ വഴിപോക്കന് പാകം ചെയ്യാനായി തന്റെ അനേകം ആടുകളിലൊന്നിനെ എടുക്കാൻ മനസ്സാകാതെ അവൻ ചെയ്തത് എന്തെന്നോ? അവൻ ആ ദരിദ്രന്റെ കുഞ്ഞാടിനെ പിടിച്ച് തന്റെ അടുക്കൽ വന്ന ആളിന് വേണ്ടി പാകം ചെയ്തു. യഹോവയാണേ, ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ
കരുണയില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ട് ഈ ആടിന് വേണ്ടി 4 ഇരട്ടി കൊടുക്കണം. അങ്ങ് പറഞ്ഞത് തീർത്തും ന്യായം തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ നടന്നത് തന്നെയോ? അതെ. ഇത്തരം കുറ്റങ്ങൾക്കുള്ള ശിക്ഷ താമസിച്ചുകൂടാ. ഇത് ചെയ്തതാരാണ്? ഉടനെ വേണ്ട. ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ശാന്തമായി മതി. അങ്ങനെയല്ല, സന്തോഷത്തിൽ മതി മറന്ന് നീതി നിർവഹണം മറക്കരുതല്ലോ. ഈ ആഘോഷത്തിനിടയിൽ തന്നെയാണ് ആ കർമ്മം നടത്തേണ്ടത്. എന്തിനിത്ര ധൃതി? സാവകാശമായിട്ടാകാമല്ലോ. പോരാ, എനിക്കതറിയണം. ദാവീദിന്റെ ഭരണകാലത്ത് ഇസ്രയേലിൽ നീതി തന്നെ നടക്കണം. യഹോവയാണേ അത് നടക്കുകയും ചെയ്യും. ആരാണവൻ? നിർബന്ധമാണോ? അങ്ങനെ ക്ഷോഭിപ്പിക്കുന്നു. ഇനിയും അവനെ മറച്ചു പിടിച്ചാൽ അങ്ങവന്റെ പങ്കാളിയാണെന്ന് ഞാൻ പറയും. ഇതിത്ര ഭയങ്കരമാണോ? വെറും ഒരാട്. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ആ മനുഷ്യൻ ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. ഞാൻ നിന്റെ ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗൃഹത്തെയും നിന്റെ മാറിടത്തിലേക്ക് നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദ ഗൃഹത്തെയും നിനക്ക് ഞാൻ തന്നു. പോരാത്തതെല്ലാം ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന ലംഘിച്ച് അവന് അനിഷ്ടമായുള്ളത് ചെയ്തതെന്തിന്? ഹിത്യനായ ഊരിയാവെ നീ വാളുകൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. നീ അവനെ അമ്മോന്യരുടെ വാളുകൾ കൊണ്ട് കൊല്ലിച്ചു. പാപത്തിന്റെ കൂലി മരണമത്രേ. അപകടമൊന്നുമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? അതേ തിരുമേനി, വൈദ്യനും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങയുടെ ഇഷ്ടം. ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇനി നമുക്ക് അബ്സലോമിനെ നേരിടാം. ഉപവാസമെല്ലാം കഴിഞ്ഞില്ലേ? ഇല്ല യോബാബ്, എനിക്ക് എന്റെ മാർഗം വ്യക്തമല്ല. മരണം വന്നേ കഴിയൂ. ആർക്കാണെന്നറിയില്ല. ഈ ദിവസങ്ങളിലെല്ലാം
ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പ്രായശ്ചിത്തം കൊണ്ടൊന്നും മരണദൂതൻ ഈ ഗ്രഹത്തെ ഒഴിഞ്ഞു പോയിട്ടില്ല. എന്റെ പാപം ഇതുകൊണ്ടൊന്നും കഴുകിക്കളയപ്പെട്ടിട്ടില്ല. പാപം കഴുകിക്കളയപ്പെടാവുന്നതുമല്ല. അത് കത്തിയെരിഞ്ഞേ അടങ്ങൂ. ജീവന് പകരം ജീവൻ. അതാണ് ഇസ്രായേലിന്റെ നിയമം. പാപത്തിന്റെയും അത് എന്റെ മേൽ തന്നെ ആയിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. തിരുമേനി പോർക്കണം. ഈ മനോഭാവം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അബ്സലോം പടിവാതിക്കലുണ്ട്. ഭ്രാന്ത് പിടിച്ച ഒരു സൈന്യവുമായി അവരെ ഇനി തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. അങ്ങ് ഒരിക്കൽ കൂടി പടവെട്ടിയേ മതിയാവൂ. ഈ കൈകളിൽ ബലമില്ല യോബാം. പാറാവുകാർക്ക് അങ്ങയെ കണ്ടാൽ മതി, അല്ലെങ്കിൽ അവർ കീഴടങ്ങും. അങ്ങ് പറഞ്ഞ ആ മരണം സംഭവിച്ചെന്ന് വരാം. അതാണ് യഹോവയുടെ ഇഷ്ടമെങ്കിൽ യഹോവയുടെ നാമം വെറുതെ എന്തിനു? ഇവിടെ ഒരു രാജാവിന്റെ ചുമതലയാണ് ആവശ്യം. എന്റെ പ്രഥമ ചുമതല എന്റെ പാപത്തോടുള്ളതാണ്. ആ കണക്കാദ്യം തീരണം. അതിനു മുമ്പ് എനിക്ക് യഹോവയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുകയില്ല. യോബാബിന് തോന്നുന്നുണ്ടായിരിക്കാം ഞാൻ ധീരത്വം കാണിക്കുകയാണെന്ന്, അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി കാണിക്കുകയാണെന്ന്. അങ്ങനെയല്ല പ്രിയപ്പെട്ട യോബാബ്. എനിക്ക് തെറ്റിയെന്ന് കണ്ടാൽ ഞാൻ അതിനെ അംഗീകരിക്കും. എന്റെ കൈപ്പുള്ള പാനീയം ഞാൻ കുടിച്ചു തീർക്കും. എന്താണ് എന്താണ് യൂദാ? മരിച്ചു. ആര്? രാജ്ഞിയോ? അല്ല, കുട്ടി. രാജ്ഞിക്ക് എങ്ങനെയുണ്ട്? രാജ്ഞിക്ക് അപകടമില്ല. യഹോവയുടെ ഇഷ്ടം, യഹോവയ്ക്ക് മഹത്വം. ഇനി അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യിക്കും? യുദ്ധം ചെയ്യേണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ. അബ്സലോം ജയിച്ചത് തന്നെ. അമാസ അത് നേരത്തെ കണ്ടു. ആ പ്രവാചകനാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അബ്സലോമിന് നാം ഇപ്പോൾ ഭാരമായി തോന്നിയേക്കാം. എങ്കിലും തിരുമേനി നമ്മളെ കൈവടിയുമെന്ന് ഇല്ല ഇസ്ഹാക്ക്. ദാവീദ് രാജാവ് നിങ്ങളെ കൈവിടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ പ്രായശ്ചിത്തം കഴിഞ്ഞിരിക്കുന്നു? ഞാൻ എന്റെ പാപത്തിന് വേണ്ടി കരഞ്ഞു, പ്രാർത്ഥിച്ചു. പാപത്തിന്റെ ഫലം മരണമേറ്റെടുത്തു. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി ജനങ്ങളോടും
നിങ്ങളോടുമുള്ള എന്റെ ചുമതല. യഹോവ എന്നോടുകൂടിയുണ്ട്. യൂദാ, യോബ, പോയി അബ്സലോമിനെ കൂട്ടിക്കൊണ്ടുവരൂ. ഒരു ലഹളത്തലവൻ തിരുമേനി, ഓർക്കണം, അങ്ങ് പറഞ്ഞ പ്രവൃത്തി ചെയ്യാൻ പറ്റിയില്ല. എന്ത്? അബ്സലോമിനോളം വേഗത്തിലോടാൻ പറ്റിയൊരു ദൂതനെ കിട്ടിയില്ല. തിരുമേനി ആയുധമെടുത്തെന്ന് അറിഞ്ഞപ്പോൾ സൈന്യം കുമാരന്റെ നേരെ തിരിഞ്ഞു. എന്റെ മകൻ മരിച്ചു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. സൈന്യങ്ങളുടെ യഹോവയ്ക്ക് ഒരു സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. അത്യുന്നതന്റെ മറവിങ്കൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി. പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം. താങ്ക് യു.